ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ പള്ളിക്ക് പോവാ. അത് ജസ്റ്റ് 380 പ്രൊമോഷൻ ചെയ്യണോ? ഇത് ഹോളി ലാൻഡ് ലാർക്ക് M2 ഹോളിഡേ ജുമാ അൽ ജുമാ മുബാറക്. മണിയുടെ ജിംനി. വണ്ടി പ്രാന്തന്മാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളെ മറ്റേ വീഡിയോയിലെ 18+ വീഡിയോയിലിട്ട് വണ്ടി ഭ്രാന്തനാണ് ഈ മച്ചാൻ. ആ വണ്ടി ഭ്രാന്തനാണ് ഈ വണ്ടി ഭ്രാന്തൻ. ഓക്കെ, അപ്പോൾ നമ്മളെന്ന് വന്നുള്ളത് ഇത് ജാഫ്സ 18 അല്ലേ, ജാഫ്സ 15 ഫുഡ് കോർട്ട് ആൻഡ് പള്ളി. എന്നെ കാണിക്കണമെങ്കിൽ ചൂടിക്കേണ്ടി വരും. ഓക്കെ, അപ്പം നമ്മൾ our man behind the scene, Mr. Ashik Plasheri from Palakkad. That's why ആഷിക്കിന് ഈ വെയിലൊന്നും ഒരു പ്രശ്നമല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൈഡിൽ കൂടി നടക്കുന്നത്. ഞാൻ വെയിലത്തൂടെ നടക്കണം കാണിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് കുറേ വണ്ടികളാണ് പറ്റും. ഇത് BMW. ആർക്കും അറിയാനിട്ടല്ല, ഞാൻ വെറുതെ പറഞ്ഞു എന്നുള്ളൂ. ഞാൻ അതിന് നോക്കാൻ വെക്കരുത്. ഇവിടെ മൈക്ക് പിടിക്കും. മൈക്കിൻ്റെ ഒന്നുണ്ട്. ജി മുസല്ല പിടിക്കും. അപ്പോൾ ഇതാ നാട്ടിലത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണിത്. ടെസ്ല നമ്മളെ നാട്ടിലില്ല. ടെസ്ല സാധനം മൂടാണ്. ഫുഡ് അടിക്കാം കൊടുത്ത് ചോദിച്ചു നോക്കിയിട്ടില്ല, ഞാൻ നോക്കിക്കണേ. പിന്നെ വൈബ് സാധനം വെറുതെ തള്ളുക ഏട്ടാ, അതാണ് നമ്മുടെ മുതല്. ഇത് ദുബായിൽ ഇല്ല എന്ന് ആൾക്കാർ പറയപ്പെടുന്ന സാധനമാണ്. പക്ഷെ അതും ദുബായിലുണ്ട്. പിന്നല്ല, ഒന്നല്ല രണ്ട്. എവിടെ മൂന്നാമത്തെ? ഓ 3. പണമുള്ളവനും പണമില്ലാത്തവനും സ്വപ്നം കാണിക്കുന്ന ദുബായ് നമ്മളെ പണമില്ലാത്ത ദൈറാന്റെ ഒരു സ്ട്രീറ്റിന് മുതൽ അപ്പുറത്തെ സ്ട്രീറ്റ് വരെ വെലിന്റെ നടന്നു കഴിഞ്ഞാൽ പലരുടെയും എന്താ പറയാ ഇത് കാണാൻ പറ്റും, കഷ്ടപ്പാട് കാണാൻ പറ്റുന്ന. എല്ലാവരും മുസല്ലേ കുടിച്ചുമ്പോ എല്ലാവരും കരുതി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ അങ്ങോട്ടല്ല പോകുന്നത്. ബിക്കോസ് ഓഫ് മണി വി ആർ ഗോയിങ് ആദ്യം നമ്മൾ പോണത് ഭക്ഷണം കഴിക്കാണ്. അത് നമ്മളെ റുട്ടീന്റെ ഭാഗമായി. നമുക്ക് കുത്തുബിയും കിട്ടും. കമ്പനിക്കാരുടെ ശബ്ദം കേൾക്കാൻ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവും. നമുക്ക് കുത്തുബിയും കിട്ടും, ഫുഡും കിട്ടും. അതാണ് നമ്മളൊരു പ്ലാന്. നീക്കം അങ്ങനെയാണ്. ഒരു ഡമ്പൽ വാങ്ങട്ടെ, ഇതിന് കൈ പിടിക്കാൻ പറ്റുന്നില്ല. ഡമ്പലല്ല, ഡമ്പലെടുത്ത് ഒരു വട്ടം വിളിക്കിയതോ ഓർമ്മല്ലേ. അല്ല, അതിന് നോയിസ് ക്യാൻസലേഷൻ ആണല്ലേ നോക്കിയത്? അറിയില്ല. നമ്മുടെ ഫുഡ് കോർട്ടാണിത്. നമുക്ക് സാധാരണ എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടാറുണ്ട്. നമുക്കിന്ന് സീറ്റ് നോക്കാം. അത് അവിടെ ഒരു സീറ്റ് ഉണ്ട്. ഇങ്ങനെ വെച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു വാച്ച് വെച്ചിട്ട് പോയിക്കാനാലും ഈ കണ്ണട വെച്ചിട്ട് പോയിക്കാനാലും ആരും എടുക്കൂല. നമുക്ക് വന്നിട്ട് നോക്കാം എടുക്കുമല്ലേ എന്നുള്ളത്. പോയ 650 റംസിൽ എത്ര 12,000 റുപ്യ ഓട്ടം കണ്ട്. അനക്കെന്താ ഉണ്ട്? ബിരിയാണി. മണിക്കെന്താ ഉണ്ട്? ബീഫ് ബിരിയാണി ഓർഡർ കൊടുക്കുക. പെണ്ണുങ്ങൾ വരണ്ടേ പറയട്ടെ, മേത്തുമുട്ടി ഒന്നും പറയും. ശ്രദ്ധിക്കണം, ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒന്നങ്ങോട്ട് മേത്തുക. ഇന്നെന്തൊക്കെ നമുക്ക് സ്പെഷ്യൽ ഉള്ള നോക്കി നോക്കാം. നല്ല കഷ്ടം കേട്ടോ. ഇത് ഏതാണ്? ഐക്കോറെ ചിക്കനാണോ? കബാബും ഫ്രൈ ബിരിയാണി. ഞാൻ ഫ്രൈ ബിരിയാണിയിൽ ഒന്ന് തീർക്കാം. ഫ്രൈ ബിരിയാണി അഫ്രാസിനെ ഒന്ന് കാണിച്ചാ. അഫ്രാസിന് എന്തിനാ വന്നതാ? ചിക്കനെ മുത്തേ എടാ, നമുക്ക് വിളമ്പി തന്നാൽ അതിൻ്റെ ഒരു ഉഷാറാവുള്ളൂ. കൂട്ടി സെറ്റാക്കി മുത്തേ
എന്തൊക്കെയുണ്ട് സ്പെഷ്യല് ഇജ്ജ് പറ ഇങ്ങോട്ട് വാ പുലാവോ ഇത് പറഞ്ഞോ പ്രൊമോഷൻ എനിക്ക് നാണായി പോട്ടെ ബീഫ് ബിരിയാണി ചോറിന് ചിക്കനോ എനിക്കും ചിക്കൻ മതി ചിക്കൻ ബിരിയാണി അനക്കോ ഓനക്ക് ചിക്കൻ അല്ല ഓനക്ക് ചിക്സ് ഞാൻ ഓർഡർ ചെയ്യട്ടെ ബോയ്സിന്റെ പേര് ഹലാൽ ബോയ്സ് ഹലാലായിട്ടുള്ള ഹറാമിയാണ് ഏതപ്പോ കഴിക്കാന്ന് ആലോചിക്കണം ടിക്ക ബിരിയാണി ഉണ്ടോ ബിരിയാണി റൈസും ടിക്ക ടിക്ക ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിച്ചായിരുന്നു പറഞ്ഞോ പാക്ക് എന്ന് വെച്ചാലേ ബീഫിനൊരു കട്ടി കൂടുതലുണ്ട് അതിന്റെ ഫുഡ് എത്തിയടാ ചിക്കൻ എടുത്തില്ല ഇത് ഫ്രൈ ആണ് ആശിക്കിനെ വിശന്നോണ്ടേ കിട്ടുന്നത് തിന്നാച്ചിട്ടാണ് ഫ്രൈ തോന്നൂല ചെറിയ പീസ് ഇല്ലല്ലേ ചെറുതുണ്ടോ 65 ഇത് എത്ര പീസ് ഉണ്ടാവും ഇതെടുക്കുകയാണെങ്കിൽ എന്നാ അതെടുത്താളാ ഫ്രൈഡ് 2 പീസ് മസാല ഇട്ടിട്ട് നല്ല വലിയ പീസ് തന്നെ എടുത്താളാ ആശിക്കിന് ഇപ്പൊ 2 കൊടുക്കുക ജസ്റ്റ് ജിത്തുമോനെ കുറച്ച് മസാല ചിക്കൻ്റെ മസാല ഇന്ന മസാല വെക്കണേ ഇത് തട്ടിയിട്ട മണിയെ ഞാൻ ഫ്രൈഡ് എടുത്തേ കുറച്ച് മസാല മാത്രം ഇതെന്താ ഫ്രൈഡ് ആണോ ഇതൊരു ഫ്രൈഡ് ഒരു ഫ്രൈഡും കൂടി വേണോ 3 ഫ്രൈഡ് വേണോ അനക്ക് ഫ്രൈഡ് ആണോ ഏത് നടിപ്പിക്ക് ഗ്ലാസ് കൊടുത്തന്നെ കേട്ടോ അത് എവിടേക്കും പോയിട്ടില്ല നമുക്ക് ഇത് മാറ്റി കൊടുക്കാം ഏത് ആൾക്കാർക്ക് ഉപകാരപ്പെടാറുള്ള ആള് നമ്മളെന്നെ ആരെങ്കിലും വരും റബ്ബേ അപ്പോൾ ഈ കണ്ണട ആരും കൊണ്ടുപോയില്ലട്ടാ കണ്ണട കൊണ്ടില്ല അതാണ് പറഞ്ഞത് സേഫ്റ്റി ദുബായ് സേഫ്റ്റി കേട്ടോ ലെഗാണ് വെച്ചത് എന്നാ പിന്നെ നീ ബാക്കി കഴിച്ചിടാക്കാലേ റൈസ് ജാസ്തി ഇടാൻ പറയായിരുന്നു എന്ത് ചോദിച്ച് പറഞ്ഞിട്ടതാ ബിരിയാണി ആയിഷ് റൈസ് കുറവാ റൈസ് കുറവാ വാങ്ങാലോ പ്രശ്നമില്ല കുഴപ്പമില്ല ഫ്രാസേ ഒന്നും പറയാനല്ല ഈ കളിയിലാണ് കാര്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒന്നുമില്ല മുണ്ടാതെ അടിക്കാം നല്ല വിഷമം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം നമ്മളടുത്ത ഒരു ഇച്ചിരി ഉളുപ്പുണ്ടെങ്കിൽ അഫ്രാസ് അങ്ങനെ ചെയ്യാം റോഷൻ എന്ന് പറയുന്ന വ്യക്തി കൊച്ചിയിൽ നിന്ന് വന്നിട്ട് എത്രയും ഒരാഴ്ചയേക്കുള്ളൂ അവനെ പള്ളി പോകുമ്പോൾ ചാമ്പി അവർക്ക് ഇവിടുത്തെ സിസ്റ്റം പോലും അറിയില്ല എന്നാന്നുള്ളത് എന്നിട്ട് ചാമ്പി വിട്ടേക്ക് ചാമ്പല് നോക്കണേ ഒരു ഇച്ചിരി ഉളുപ്പുണ്ട് അഫ്രാസെ ഒരു ഇച്ചിരി ഉളുപ്പ് എനിക്ക് വിളിച്ചിട്ട് ലാസ്റ്റ് ഓൻ ഇറങ്ങി അങ്ങ് പോയിട്ട് പറയാ ഇച്ചി മറ്റേ സുഫൈലിനെ വിളിച്ചോക്ക് അല്ലെങ്കിൽ ആര്യാ ആഷിറിനെ വിളിച്ചോക്ക് ജംഷാദിനെ വിളിച്ചോക്ക് എനിക്കൊരു ഇച്ചിരി ഉളുപ്പുണ്ട് അഫ്രാസെ ഇത് എത്രാമത്തെ ചാമ്പല ആദ്യമായിട്ട് ചെയ്യുന്നതിലോ ആദ്യം ജിതിന്റെ ചാമ്പി പിന്നെ സുഫൈലിനെ ചാമ്പി ഇപ്പൊ റോഷന് എനിക്ക് ഇത് തന്നെയാണ് പാവ അവിടെ നിൽക്കുന്നുണ്ട് ഫുഡ് ഓർഡർ ഇവിടുത്തെ ഒന്നും അറിയില്ലോ എനിക്ക് അറിയാവോ എന്തോ പറയണ്ട് സത്യാവസ്ഥ എന്താ സത്യാവസ്ഥ സംസാരിക്കാൻ പാടുള്ളൂ ഞാൻ ഈ ഭക്ഷണം തീർക്കട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ചോറെടുക്ക് എന്താ അറിയണ്ടത് എന്ത് എല്ലാം ഞാൻ പറയട്ടെ എല്ലാത്തിനും പിറകിൽ സംസാരിക്കണ ഒരു കറുത്ത കൈകള് ബാക്കിൽ ഇവനെ ഓന്റെ പേരിലിടാന്ന് കണ്ടു ഇവരുണ്ടല്ലോ ഇവ സിനിമയിൽ പോണം അഭിനയിക്കണ നോക്കി
ചോറിനടി. പിന്നെ ഓര് പോയിട്ട് വരട്ടെ അല്ലേ? ഫുഡ് ഓർഡർ ചെയ്തോ? ഫുഡ് ഓർഡർ ചെയ്തോ? എന്താണ് ആകെ വെറൈറ്റി എന്ന് പറയുന്നത് അവിടെ ബിരിയാണി ഫ്രൈഡ് റൈസും. എന്ത് ഓർഡർ ചെയ്യണേ? ആ കടയുടെ പേരൊന്ന് വായിച്ചാ. എന്താ കടന്ന പേര്? ഞാൻ അറബിയിൽ വായിക്കാം. ബൂറന്മാവ്. ഇംഗ്ലീഷ് വായിക്കാനാവൂല, ഓതും മുറിയും. ഇംഗ്ലീഷ് വായിച്ചാ വണ്ടി വെച്ച് ആശ്രമം കണ്ടോ? എങ്ങനെ തോന്നി അനക്ക് ആ മുഖത്ത് ഇല്ലല്ല, ഇന്ന് പോട്ടെ. കഥ പറയാനൊന്നുമില്ല, വൻ ചാമ്പല. അഫ്രാസിന് പോയ ഒരു പേരുണ്ട്, ചാമ്പൽ. വെള്ളിയാഴ്ച പള്ളിക്ക് വരുമ്പോൾ ചാമ്പോ എന്ന് പറയുന്നതാണ് അഫ്രാസിന്റെ മെയിൻ. എത്ര ആളെ ഇപ്പൊ ചാമ്പ്യൻ? അതന്നെ അല്ല, ഓന്റെ വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് വേറെ ആരെങ്കിലും വണ്ടി പാഞ്ഞാലും എന്റെ ബാക്കിയുള്ള ആൾക്കാരെ ഇന്ന് രാവിലെ അഫ്രാസിനോട് ഞാൻ പറഞ്ഞ എന്താ, ഓനക്ക് ചടക്കണ്ട, ജോണി നമ്മളെ വണ്ടി കയറിക്കോ, ഓനോലെ വണ്ടി കയറിക്കോട്ടെ, നോ മൈൻഡ്, നെവർ മൈൻഡ്. നോർമലി ആൾക്കാർ എന്താ ചെയ്യാ? അഫ്രാസ് വാ കേക്ക്. അഫ്രാസ്, നോർമലി ആൾക്കാർ എന്താ ചെയ്യാ? പുതിയ വന്ന ആൾക്കാരെ പരിഗണിക്കും, സ്വയം ബസ്സിൽ പോകും. ഇതൊന്നുമില്ല, സ്വയം വണ്ടി കയറി പോവാ. ബാക്കിയുള്ള പുതിയ വന്ന ആൾക്കാരായാലും പഴയ ആൾക്കാരാണെങ്കിൽ ചാമ്പുക. എന്താ ചാമ്പൽ അഫ്രാസ്? ആ മുഖത്ത് നോക്കിയാ പാവ, എങ്ങനെ ചാമ്പാൻ തോന്നുന്നത്? ഓന് പറയണതിന് മുമ്പ് എനിക്കൊന്നും പറയാനുണ്ട്. ഞാൻ നാട്ടിൽ പോയതിനെ ശേഷം എന്നെ ഒഴിവാക്കി. പിന്നെ അതിന് ശേഷം ഞാൻ മെയിൻ്റെ അല്ല, മനസ്സിലായോ? ഇനി അടുത്ത റോഷൻ അടുത്ത തരാം. ഓരെ പോയിട്ട് എന്താ കാട്ടണം നോക്കാം. എന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ, ഇന്ന് വരെ ചാമ്പി. 2 ദിവസം പിടിച്ചാ. അഫ്രാസിന് ഇതിനെ കുറിച്ചൊന്നും പറയാനില്ല. ഇപ്പൊ നമുക്ക് ഓണാക്കിട്ടിരുന്നില്ലേ? അവിടെ പറഞ്ഞതൊക്കെ ഇതിലേക്ക് എന്താണ് വിഷയം? ഞാനാണ് വിഷയം. ഇവനൊക്കെ എന്തിനാ വിഷയാക്കുന്നത് വെറുതെ? 10 പേര് കാണൂല്ലോ നിസ്കരിക്കാൻ പോവാ. അത് കഴിഞ്ഞിട്ട് ബാക്കി ബ്ലോഗ് കണ്ടിന്യൂ. ഇന്ന് പെസിന്റെ അടുത്ത ലെഗ് ഉണ്ട് അല്ലേ? അടുത്ത ലെഗ് ഉണ്ട്. പെസിന്റെ അടുത്ത ലെഗ് ഉണ്ട്. നിസ്കാരം തുടങ്ങി. ഇത് ചിലർക്കെങ്കിലും ദുബായിലുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് വെള്ളിയാഴ്ചകളിൽ ഇവിടുത്തെ ആൾക്കാർ നിസ്കരിക്കുക എന്നുള്ളത്. പള്ളിയിലൊന്നും സ്ഥലം ഉണ്ടാവില്ല, നല്ല തിരക്കേക്കാരം. വെയിലില്ലാത്തൊരു സ്ഥലം നോക്കി വന്നിട്ട് നിസ്കരിക്കലോ. ഞാൻ പറഞ്ഞിട്ടാണ് എന്റെ കേട്ടിട്ടാണ് അതൊരു ചാത്തപ്പൻ എന്ത് നല്ല കാന്ത. ആദ്യായിട്ടാ ഇല്ല എന്താ നല്ല രസമുണ്ട്. എന്നവിടെ കിടന്നുറങ്ങി പോയി പോട്ടെ. ഇനി റോഷന് ചാമ്പിന്റെ കാര്യം പറയും. സാധനം അടിക്കാം കൊണ്ടുപോയി അത് പോക്കറ്റ് കിടന്നിട്ട് കിടിങ്ങിടിന്ന് അടിക്കണ്ട. റോഷന് ചാമ്പ്യ കഥ പറഞ്ഞടിക്കാം. റോഷന് വിക്ടിം പറഞ്ഞു ഞാൻ ഓൾറെഡി പറഞ്ഞു കൊടുക്കേ എന്താ സംഭവം എന്നുള്ള പറഞ്ഞു കൊടുക്കേ. എല്ലാത്തിനും പേരില് കറുത്ത കൈകള്. ആശിർ എന്നാ വൻപര ഓണ പിടിക്കണം. ആശിറോടെ പോയി. ആശിർ കാണാനല്ല, വേറെ കാര്യം. ആശിർ എന്താ എൻ്റെ അടുത്ത് പറഞ്ഞു ശരിക്കും? ആശിർ ആരും കൊണ്ടുപോലാറിന് പോയി. എന്നിട്ട് സുഫയിൽ ഏൽപ്പിച്ചു പോകുന്നത് ചെക്കനെ ഏൽപ്പിച്ചു പോന്ന്. പക്ഷെ കമ്മിറ്റിയും ഗാലറിക്ക് എതിരായോണ്ട് കുറ്റവാളിയായി. പണ്ടേ അഫ്രാസിന് ഒരു പേരുണ്ട്, ചാമ്പൽ. അത് കറക്റ്റാ. വെറുതെ ആണോ? വെറുതെ ഒരു പേരുണ്ടാവോ? എന്തിനാ ചാമ്പ്യ? ഇവ ഇങ്ങനെ തന്നെ സ്കീം ഇട്ടാ സ്കിപ്പ് അടിക്കും. ഇന്ന് ആരാ അഫ്രാസിന് എതിരാരാന്ന് പെസ്സില്? കൊച്ചുനാ.
കൊച്ചി ഏതാ ഇപ്പൊ ടേബിൾ ലിസ്റ്റിൽ എത്രയില്ല? 3-4 ഇവന് 9 അല്ലേ? അതിന് 12 ഉണ്ടെങ്കിൽ അതിനും അടിയിലേക്കാരം. കളി 0. അപ്പൊ ഇനി നമുക്ക് കൊച്ചുമായിട്ടുള്ള അംഗത്തിൽ വെച്ച് കാണാം അല്ലേ? ഇതിവിടെ അവസാനിപ്പിക്കാം അല്ലേ? അതെ അതെ, അടുത്ത ചാമ്പലുമായി അഫ്രാസ്. അടുത്ത ഗോളടി അല്ലാന്ന് പറയും അല്ലേ? അതിനും ചാൻസ് ഉണ്ട്.